ഹലോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സൗദിയിലേക്ക് പോകാൻ ഇനി ഈ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോവാന്ന്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഒരു പീസ്ഫുൾ മൈൻഡൊക്കെ ആക്കിയിട്ട് വീണ്ടും വന്ന് പാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടിയിട്ടുള്ള എല്ലാ സാധനവും ഞാൻ എടുത്ത് പെട്ടിയിൽ നിറച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് തൂക്കി നോക്കിയാൽ മാത്രമേ ഇതൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയുള്ളൂ. എന്തായാലും പാക്കിങ്ങിന്റെ മൂഡൊന്നും ഇന്ന് എനിക്കില്ല കേട്ടോ. ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കാനാണ് തോന്നുന്നത്. അപ്പോഴാണ് അമ്മമ്മ വന്നത്. പിന്നെ പറയണ്ടല്ലോ, അമ്മമ്മനെ കൊണ്ട് തലയും മസാജ് ചെയ്യിപ്പിച്ച് ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ ആൻറ്റിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വല്യമ്മ, മേമ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് പൊടിപ്പിച്ചത് വാങ്ങാനുള്ളതുകൊണ്ട് ഞാനും അച്ഛനും കൂടി അത് വാങ്ങിക്കാൻ പോയിട്ടോ. പക്ഷേ ഇതൊന്നും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. വീട്ടിലെത്തിയപ്പോൾ അമ്മ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടെ ബ്രെഡും പൊറാട്ടയും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് വൈകിട്ട് എൻ്റെ തറവാട്ടമ്പലത്തിലും കൂടെ പോകാനുള്ളതുകൊണ്ട് ഞാൻ ചിക്കൻ കറിയൊന്നും എടുത്തിട്ടില്ല. പിന്നെ ദാ പാക്കിംഗ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പം ഞാൻ അമ്പലത്തിലൊന്ന് പോയിട്ടോ. വന്നു നോക്കുമ്പോൾ ദാ അമ്മയും അമ്മമ്മയും അടുക്കളയിൽ കാര്യപ്പെട്ട പണിയിലാണ്. ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ബീഫ് വരട്ടിയെടുക്കുന്നുണ്ട്. അതും വെറും ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും മാത്രം ഇട്ടിട്ട്, അതായത് ഉള്ളിയൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ കുറേ നാൾ ചീത്തയാവാണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ബീഫ് വരട്ടിയിട്ടുണ്ട്. അമ്മമ്മയാണെങ്കിൽ ഇവിടെ നെത്തല പൊരിക്കുന്നുണ്ട്. അത് അഖിലേൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അഖിലേട്ടൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് നെത്തല വാങ്ങിയിട്ട് അതും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ തൂക്കം കൂടുതലാണ്. ഇനി ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് കേട്ടോ ഡൗട്ട്. പിന്നെ രാത്രിയായപ്പം മാമനും മാമിയും ഇതാ ഒരു കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം മോൻ്റെ ബർത്ത്ഡേക്ക് ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ. ബർത്ത്ഡേ ഞങ്ങൾ സൗദിയിൽ വെച്ചിട്ടാണ് ആഘോഷിക്കുകയും ചെയ്യുക. അപ്പം നാട്ടിൽ നിന്നൊരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ മോന്. അങ്ങനെ കുഞ്ഞും മോനും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് ആള് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. സന്തോഷം കൊണ്ട് ആൾക്ക് നാണൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ മധുരം, കേക്ക്, ബേക്കറി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ചോക്ലേറ്റ് തന്നെ ഒരു 2-3 തവണ കഴിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഒന്നാമത് ഷുഗർ എനിക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് അവന് വയറ് ചീത്തയാവും. അതുകൊണ്ട് ബേക്കറി ഐറ്റംസോ ഷുഗറോ ചോക്ലേറ്റോ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. എന്തായാലും മാമൻ കേക്കൊക്കെ ആയിട്ട് വന്നത് നല്ല ടൈമിലാണ് കേട്ടോ. അഖിലേൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അനിയനും ഐശ്വര്യയും മോനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി നാട്ടിൽ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തൊന്ന് ആഘോഷിക്കാൻ പറ്റി. പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യം ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. എങ്ങനെ നോക്കിയിട്ടും തൂക്കം കറക്റ്റ് ആവുന്നില്ല. 7 കിലോ വെച്ചിട്ടുള്ള 2 ഹാൻഡ് ബാഗ് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അധികം ഡ്രസ്സുകളാണ് വെച്ചിട്ടുള്ളത്. കൂടെ മെഡിസിൻസും, മോൻ്റെതും എൻ്റെതും ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസും, അത് ഡോക്ടർ എഴുതിയിട്ട് സീൽ ചെയ്തിട്ടുള്ള സ്ലിപ്പും കൂടി വേണം കേട്ടോ. അപ്പോൾ അതൊന്നും എയർപോർട്ടിൽ നിന്ന് നോക്കിയിട്ടില്ല. പക്ഷെ നമ്മളൊരു ധൈര്യത്തിന് വെക്കാന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളെയും കൊണ്ട് ഗൾഫിലേക്കൊക്കെ പോകുന്നവർ എന്തായാലും ഡോക്ടർ പോയൊന്ന് കാണിക്കണം കേട്ടോ. എന്നിട്ട് മക്കൾക്ക് അത്യാവശ്യം കൊടുക്കണ്ടേ, അതായത് പെട്ടെന്നൊരു പനിയോ ജലദോഷമോ ചുമയോ വയറിളക്കോ ഒക്കെ വന്നാൽ അത്യാവശ്യം കൊടുക്കേണ്ട മരുന്നുകളൊക്കെ ഡോക്ടറെ അടുത്ത് നിന്ന് എഴുതി വാങ്ങിക്കാം. എന്നിട്ട് അതും കൂടി വാങ്ങി കയ്യിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാനും മോനെ കൊണ്ട് ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനത്തെ മരുന്നുകളൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് അതുകൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെയാണ് ഹാൻഡ് ബാഗിൽ എടുത്തിട്ടുള്ളത്. പിന്നെ ഭയങ്കര ഡൗട്ടുള്ള ഒരു കാര്യമായിരുന്നു റിംഗ് ലൈറ്റും ട്രൈപോഡും എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത്. അത് ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു വീഡിയോയിലും ഇതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് പറയുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് ട്രൈപോഡ് ലഗേജിലാണ് വെച്ചിട്ടുള്ളത്. റിംഗ് ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ബാഗ് ഉണ്ടാവുമല്ലോ, ആ ബാഗിലിട്ടിട്ട് കയ്യിൽ പിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ, കുഴപ്പമില്ല. അത് പിന്നെ ഹാൻഡിൽ പിടിക്കുന്നതായതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടുമില്ല. പിന്നെ എന്തെങ്കിലും റീസൺ കൊണ്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഇത് റിജക്റ്റ് ആയാൽ പുറത്ത് നിൽക്കുന്നവർക്ക് അത് കൊടുത്തു വിടും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് എടുത്ത് കയ്യിൽ പിടിച്ചത്. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇറങ്ങിയിട്ടോ. പിന്നെ അഖിലേൻ്റെ വീട്ടിൽ നിന്ന് അവർ നേരിട്ട് രാവിലെ എയർപോർട്ടിലേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞ് മാമിയും കുഞ്ഞും അപ്പൂസും ഒക്കെ ഇന്ന് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. സ്കിൻ കെയർ അല്ല, ഞാനൊരു ബ്ലീച്ച് ചെയ്യാണ് കേട്ടോ. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഫേസ് നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബ്ലീച്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പം സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. ആർക്കും ഉറക്കമില്ല. മോനാണെങ്കിൽ അമ്മമ്മ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കഥയും കേട്ട് ഇങ്ങനെ കിടക്കുകയാണ്.
നമുക്ക് രാവിലെ 9 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 5:30-ക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ട്രാഫിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് 5:30-ക്കാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ വല്യമ്മയും ചേച്ചിയും മേമയും പാപ്പനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചമ്മയ്ക്കാണെങ്കിൽ വയ്യാഞ്ഞിട്ട് വരെ അച്ചമ്മയും വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി യാത്ര അയച്ച് ഞാനിത് അപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം ട്രാഫിക് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. മോനെ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം കുഞ്ഞാറ്റയ്ക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. അവൾ ഫുൾ ടൈം മോനെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു, കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ അഖിലേൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ്. പിന്നെ ഇപ്രാവശ്യം ഞാൻ അവിടുത്തെ സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മോനെയും എടുത്ത് ലഗേജും കൂടെ താങ്ങി പിടിച്ച് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് സർവീസ് എടുക്കാമെന്ന് വിചാരിച്ച്. സർവീസിനാണെങ്കിൽ വലിയ ചാർജൊന്നും വരുന്നില്ല കേട്ടോ. വലിയ ആളുകൾക്ക് 300 രൂപയും കുട്ടികൾക്ക് 100 രൂപയും വെച്ചിട്ട് എനിക്കും മോനും കൂടെ 400 രൂപയാണ് ആയിട്ടുള്ളത്. സർവീസ് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ ഒന്നും അറിയണ്ട, ചുമ്മാ അവരുടെ പിന്നാലെ പോയാൽ മതി. നമ്മളുടെ പാസ്പോർട്ട് കാണിക്കുന്നത് മുതൽ ലഗേജ് കൊണ്ടുപോയി വെയിറ്റ് നോക്കുന്നതും അതുപോലെ തന്നെ സ്റ്റാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകുന്നതും ഒക്കെ എല്ലാ കാര്യങ്ങളും അവരായിക്കോളും. ഇനിയിപ്പോൾ ലഗേജിൽ എന്തെങ്കിലും വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് മാറ്റി തരുന്നതും ഒക്കെ അവർ ചെയ്തോളും. പക്ഷേ എനിക്ക് ലഗേജിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു 800 ഗ്രാം കൂടുതലായിരുന്നു. അത് ഈ ഒരു സർവീസ് എടുത്ത ആളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 800 ഗ്രാം ഒന്നും കൂടിയാൽ കുഴപ്പമില്ല, 1 കിലോൻ്റെ മുകളിലേക്ക് വന്നാലാണ് നമ്മളവിടെ ക്യാഷ് പേ ചെയ്യേണ്ടി വരിക എന്ന്. അതുപോലെ തന്നെ അവിടുന്ന് തൂക്കി നോക്കിയപ്പം ലഗേജ് കൂടുതലൊന്നുമില്ല കേട്ടോ. അവിടുന്ന് 600 ഗ്രാമാണ് കൂടുതൽ കാണിച്ചത്. അത് പിന്നെ കുഴപ്പമില്ല എന്നും പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 ഹാൻഡ് ബാഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 7 കിലോ വെച്ചിട്ട് 2 ഹാൻഡ് ബാഗ്. അതിൽ ഒരു ഹാൻഡ് ബാഗ് അവർ അപ്പം തന്നെ ലഗേജിലേക്ക് വെച്ച് അടുത്ത ഹാൻഡ് ബാഗ് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ലഗേജിലേക്ക് വെക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ മോനെ ഫീഡ് ചെയ്യാൻ പോയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് രണ്ടാമത്തെ ഹാൻഡ് ബാഗ് ഞാൻ കയ്യിൽ തന്നെ പിടിക്കേണ്ടി വന്നു. പിന്നെ മോൻ ഫുൾ ടൈം ഓടി നടക്കുകയായിരുന്നു, അവനെ എടുക്കേണ്ടേ വന്നിട്ടില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ചെറിയ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. അതിൽ മോൻ്റെ ഫുഡും ഡയപ്പറും എക്സ്ട്രാ ഒരു ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു 7 കിലോൻ്റെ ബാഗും റിംഗ് ലൈറ്റിൻ്റെ ബാഗും ഉണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 3 ബാഗ് താങ്ങി പിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ കൂടെ അവനെ എടുക്കേണ്ടിയും കൂടി വന്നിക്കുകയാണെങ്കിൽ അത് ഭയങ്കര പാടായേനെ. പക്ഷേ അവൻ ഇതൊക്കെ കണ്ടപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു കേട്ടോ. ഞാൻ അവനെ തീരെ എടുത്തിട്ടില്ല. പിന്നെ ഫ്ലൈറ്റിലേക്കൊക്കെ കയറാൻ പോകുമ്പോൾ ആൾ ഒറ്റയ്ക്കാണ് നടന്നു പോയത്. മോർണിംഗ് കൊണ്ട് ആദ്യമായിട്ട് ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വെറുതെ ടെൻഷനായതാണ്, ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ അവൻ ഉറങ്ങി കേട്ടോ. ഒന്നാമത് രാവിലെയുള്ള ഫ്ലൈറ്റാണ്. പിന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ കുറേ സമയം അവൻ ഓടിക്കളിക്കും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു. അവിടെ എത്തുന്ന വരെ ഉറക്കമായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായപ്പോഴാണ് പിന്നെ അവൻ എണീക്കുന്നത്. പിന്നെ ബാക്കിൽ നിന്നാണെങ്കിൽ വേറെ കുറേ കുട്ടികൾ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി ഇവൻ എണീറ്റാൽ വല്ല കുഴപ്പമുണ്ടാവുമെന്ന്. പക്ഷേ എണീറ്റിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ആളിങ്ങനെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് കളിക്കുകയായിരുന്നു. പിന്നെ അത്യാവശ്യത്തിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 1-2 സ്നാക്സും പിന്നെ കുറച്ച് ചോക്ലേറ്റും പിന്നെ പുതിയൊരു ടോയും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ. എന്തായാലും ഒരു കുഴപ്പമില്ലാണ്ട് സേഫായിട്ട് ഞങ്ങൾ സൗദിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെയും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാരിയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടായത്. അതും പറയാൻ മാത്രമൊന്നുമില്ല, ഞാൻ എടുക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. ആളൊറ്റയ്ക്ക് നടക്കുകയായിരുന്നു. ആ ബാത്റൂമാണ്. അങ്ങോട്ട് പോണ്ട, ഇവിടേക്ക്. ആ ബാത്റൂമാണ്. ആ ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കണ്ണാടി എവിടെയൊക്കെ കണ്ടോ അവിടെയൊക്കെ ആള് സ്റ്റെക്കായി പോവും. പിന്നെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ ഞാൻ പെട്ട പാട്, അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ കൂടെയുള്ള 1-2 പേര് ഹെൽപ്പ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ പാട് അഖിലേണ്ണ കാണും ചെയ്ത് ആദ്യം ചോദിച്ചത് അൽബേക്ക് വേണമെന്നാണ് കേട്ടോ. അത് പിന്നെ വേണ്ടാന്ന് പറയൂലല്ലോ. അപ്പോൾ അഖിലേണ്ണും മോനും കൂടെ അൽബേക്ക് വാങ്ങിക്കാൻ പോയതാണ്. പിന്നെ അഖിലേണ്ണെ കണ്ടിട്ട് മോൻ അങ്ങനെ പരിചയക്കേടൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം 1 കൊല്ലമാവാനായല്ലോ അഖിലേണ്ണെ കണ്ടിട്ട്. വീഡിയോ കോളിൽ മാത്രമാണല്ലോ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പരിചയക്കേടൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആള് പെട്ടെന്ന് തന്നെ സെറ്റായിട്ടോ. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് ഇനി നേരെ റൂമിലേക്ക്. അപ്പൻ്റെ അടുത്ത് പോയിക്കോ?
ഇതാ നമ്മൾ വണ്ടിയിൽ കയറിയപാടെ ഫുഡടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചായ മാത്രം കുടിച്ചതാണ്. അതും ആ ഒരു പുലർച്ചെ സമയത്തല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നാട്ടിലത്തെ ഒരു 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇതിൻ്റെ ഒരു സ്മെല്ല് സഹിച്ചുകൊണ്ട് കൂടുതൽ സമയമൊന്നും നമുക്ക് വണ്ടിയിൽ പിടിച്ചിരിക്കാൻ പറ്റൂല. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, അൽബേക്കിലത്തെ ഫിഷ് നഗറ്റ്സ്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ലാസ്റ്റ് കഴിച്ചിട്ടുള്ള ഫുഡും ഇതാണ്. അത്രയും എൻ്റെ ഫേവറേറ്റ് ആണ്. അത് അഖിലേട്ടന് അറിയാവുന്നതുകൊണ്ട് ഈ പ്രാവശ്യം ഫിഷ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. മോനും ഇത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അവനും വിശക്കുന്നുണ്ടാവും, അതുകൊണ്ട് അവനും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫിഷ് ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫിഷ് മാത്രമായിട്ടൊക്കെ അവനെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് തിന്നോ? അയ്യോ, സോസിലൊക്കെ മുക്കിയിട്ടോ? ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? എന്നാ കടിക്കി നമ്മളിവിടെ നിൽക്കുന്നത് ദമാമിലുള്ള ഹഫൂഫിലാണ്. അപ്പോൾ ദമാം എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ഉണ്ട്. റൂമിലെത്തിയപാട് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടോ. എനിക്കാണെങ്കിൽ ഒരു കൈ നല്ല വേദന ഉണ്ടായിരുന്നു. ആ ഒരു കയ്യിൽ കിടന്നിട്ടായിരുന്നു മോൻ ഉറങ്ങിയത്. അപ്പോൾ ഞാൻ അനക്കാണ്ട വെച്ചിട്ട് കൈ നീരിറങ്ങിയ പോലെ ആയിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ റൂമിലെത്തി കിടന്നുറങ്ങി. വൈകിട്ട് എണീറ്റപ്പം നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്ത് വിട്ടിട്ടുള്ള ബീഫൊക്കെ ഉണ്ടല്ലോ, അത് ഞാനൊരു ഗ്രേവി പോലെ ആക്കി. പിന്നെ ബീഫ് ഇതുപോലെ ചെയ്തിട്ട് ഒന്നും ആയിട്ടില്ല. 3 ദിവസം ഞങ്ങളിത് എടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ കുറച്ച് പുട്ടും ഉണ്ടാക്കി. പിന്നെ നെത്തല ഒന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്ത്. അപ്പോൾ അതൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡും കഴിച്ച്. അപ്പം അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം.